നമസ്കാരം. ഞാൻ ജോണി ജോസഫ്. EME എന്ന് പറയുന്ന SAP ഓൾ ഇന്ത്യ പാർട്ട്ണറിൽ വൈസ് പ്രസിഡൻ്റാണ്. മുഖവരിയായിട്ട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു വെബിനാർ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ SAPയെക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് ഒരു കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള ഒരു പ്രിവിലേജുള്ള അല്ലെങ്കിൽ ഒരു യോഗ്യതയുള്ള ആളാണ് ഞാൻ. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് ഓൾ ഓവർ ഇന്ത്യയിൽ SAP ഇൻഡസ്ട്രിയിലേക്ക് മാത്രം ഏതാണ്ട് 3000-ഓളം പ്രത്യേക കാൻഡിഡേറ്റ്സുകളെ പല ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ സെഷൻ. അതുകൂടാതെ ഒരു 15,000-ഓളം എംപ്ലോയ്മെൻറ്റ് എൻ്റെ തന്നെ ഒരു കരിയറിൽ ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് കരുതുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വെബിനാർ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഏത് രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസും SAP റിലേറ്റഡ് ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ഇന്ന് ഗ്രാജുവേഷൻ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ കൊമേഴ്സ് സബ്ജക്റ്റ് അല്ലെങ്കിൽ IT സബ്ജക്റ്റ്, എൻജിനീയറിംഗ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ്, ഇത്തരത്തിലുള്ള ഏത് കോഴ്സിലും നിങ്ങളൊരു ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ എടുത്തിട്ട് അടുത്തൊരു കരിയർ നോക്കുന്നവർക്കാണെങ്കിൽ ഇന്ന് സെലക്ട് ചെയ്യാവുന്ന ഏറ്റവും നൂതനമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സാലറി പേ സ്കെയിൽ കിട്ടുന്ന ഒരു സെക്ടറാണ് ഇന്നത്തെ സ്കിൽ സെറ്റിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള SAP അല്ലെങ്കിൽ സിസ്റ്റം ആപ്ലിക്കേഷൻ പ്രോഡക്ട്സ് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ്. ഇന്ന് SAP കരിയറിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങൾ ഒരു വലിയ ഡ്രീമുള്ള ആളല്ല എങ്കിൽ SAP ചെയ്യരുത്. കാരണം ഒരു നിത്യവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു തൊഴിൽ മാത്രം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഫീസൊക്കെ കൊടുത്ത് ഇതുപോലൊരു കോഴ്സ് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. മറിച്ച് ഒരു ഗ്ലോബൽ കരിയർ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ പ്രൊഫഷൻ എനിക്കെൻ്റെ ലൈഫിൽ വേണം. കേരളം അല്ലെങ്കിൽ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് മാത്രം ഒതുങ്ങി നിർത്തി ജീവിക്കേണ്ട ഒരു ജീവിതമല്ല എൻ്റേത്. എനിക്ക് ലോകമൊക്കെ കാണണം, ഈ ലോകത്തിലെ ആസ്വാദ്യതകളൊക്കെ വേണം, നല്ല ഒരു പോഷായിട്ടുള്ളൊരു ലൈഫ് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപക്ഷെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ കരിയറാണ് SAP എന്ന് പറയുന്ന സെഗ്മെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് SAPയിലേക്ക് വരുന്നവർക്ക് ഞാൻ ഗ്രീഡിനെസ് തരാൻ വേണ്ടി പറഞ്ഞതല്ല, ഇതൊരു റിയൽ ഫാക്ടറാണ്. കാരണം ഒരു ഗ്രേറ്റ് കരിയർ അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ SAP പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് രീതിയിലുള്ള കരിയറാണ്, ഏത് രീതിയിലുള്ള സെഗ്മെൻറ്റിലേക്കാണ് നമുക്ക് പോകാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മൾ വിവിധ രീതിയിലുള്ള കോഴ്സുകൾ ചെയ്തിരിക്കുന്നവരാണ്. കൊമേഴ്സ് അല്ലെങ്കിൽ IT, മാനേജ്മെൻറ്റ്, ഡിഫറൻ്റ് ആയിട്ടുള്ള കോഴ്സുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കോഴ്സുകൾ ചെയ്തിരിക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യേണ്ട ഏത് പ്രത്യേക മൊഡ്യൂളാണ് എനിക്ക് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ നാളെ ഒരു തൊഴിൽ കിട്ടുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നമുക്കൊരു പ്ലേസ്മെൻറ്റ് കിട്ടുമ്പോൾ ആ പ്ലേസ്മെൻറ്റിൻ്റെ ഒരു കരിയർ സാധ്യതകൾ, അല്ലെങ്കിൽ എൻ്റെ സ്റ്റാർട്ടിംഗ് സാലറി എത്രയാണ്, ആഫ്റ്റർ 5 ഇയേഴ്സ് ഞാൻ എവിടെ ചെന്ന് നിൽക്കും, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിതിനകത്ത് കവർ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഇന്നൊരു അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ ഒരു പ്രത്യേക സ്കിൽ സെറ്റ്, ഇത് രണ്ടും മാത്രം കൊണ്ട് നമുക്ക് ജോലി കിട്ടില്ല. മറിച്ച് നമ്മളെ ഒന്ന് ഗ്രൂം ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സോഫ്റ്റ് സ്കിൽ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഇൻ്റർവ്യൂ സ്കിൽ സെറ്റ്സ്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കൂടി ചേർന്ന് നമ്മളെ ഒന്ന് റെഡിയാക്കി എടുക്കുമ്പോഴാണ് നമുക്കൊരു നല്ല കരിയറിലേക്ക് പോകാൻ പറ്റുക. അപ്പോൾ EME എന്ന് പറയുന്ന SAP പാർട്ട്ണറിലൂടെ ഞങ്ങൾ കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് നൽകി വരുന്ന ഈ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം എത്തരത്തിലുള്ളതാണ്, ഇതെല്ലാ കാര്യങ്ങളും ഈ ഒരു ചെറിയ വെബിനാർ സെഷനിൽ നമ്മൾ കവർ ചെയ്യും. ആദ്യമായിട്ട് നമുക്ക് ERP അല്ലെങ്കിൽ SAP എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്ക് പോകാം. ഇപ്പോൾ SAP എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയാറുണ്ട് SAP ഈക്വലൻ്റ് ടു ERP. ഇപ്പോൾ ഈക്വലൻ്റ് ടു ERP എന്ന് പറയുമ്പോൾ ERPയുടെ ഫുൾ ഫോം നിങ്ങൾക്കറിയാം, ഇറ്റ്സ് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. ഇപ്പോൾ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറാണ് SAP. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു എൻ്റർപ്രൈസ് റിസോഴ്സിൻ്റെ നോളജ് നമുക്ക് ഇന്ന് ആവശ്യമാണ്. അപ്പോൾ നമുക്കറിയാം എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്. ആക്ച്വലി ആൻ എൻ്റർപ്രൈസ് ഈസ് എ ബിസിനസ് എൻറ്റൈറ്റി എന്ന് പറയും. ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് മേക്കിങ്ങിന് വേണ്ടി നമ്മൾ തുടങ്ങുന്ന ഒരു വ്യാപാര സ്ഥാപനം അല്ലെങ്കിൽ ഒരു വ്യാപാരം, അതിനെ നമുക്കൊരു എൻ്റർപ്രൈസ് എന്ന് വിളിക്കാം. അങ്ങനെയെങ്കിൽ ഒരു എൻ്റർപ്രൈസ് തുടങ്ങാനും റൺ ചെയ്യാനും അത് റണ്ണ് ചെയ്ത് നമുക്ക് ടേൺ ഓവർ ഉണ്ടാക്കാനും ടേൺ ഓവറിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കാനും അതിലൂടെ നമുക്ക് വളരാനും ഒക്കെ ആയിട്ട് ധാരാളം റിസോഴ്സസ് ആവശ്യമുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് റിസോഴ്സസ് വേണ്ടത് ഒരു എൻ്റർപ്രൈസ് തുടങ്ങുവാനായിട്ട്? എൻ്റർപ്രൈസ് തുടങ്ങുവാനായിട്ടുള്ള റിസോഴ്സ് നമുക്കറിയാം, നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ക്യാപിറ്റലാണ്.
ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ക്യാപിറ്റൽ മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റർപ്രൈസ് തുടങ്ങാൻ പറ്റില്ല. നമുക്കൊരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വേണം, നമുക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറീസ് വേണം, മാൻ പവർ വേണം, അതുപോലെ തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ശരിയായ രീതിയിൽ ഉള്ള പ്ലാനിങ് വേണം. ഇപ്പോൾ ഒരു എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് എന്ന് നമ്മൾ വിളിക്കാനുള്ള കാരണം തന്നെ പ്ലാനിങ് ഇല്ല എങ്കിൽ ഒരു കാര്യവും സക്സസ് ആകില്ല. അപ്പോൾ നമുക്ക് പ്ലാനിങ് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസിൻ്റെ റിസോഴ്സ് പ്ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്താണ്, ഈ കാര്യങ്ങൾ നോക്കണമെങ്കിൽ കുറച്ച് പഴക്കത്തിലേക്ക് പോകേണ്ടി വരും. അതായത് നമ്മുടെ കമ്പ്യൂട്ടറൈസേഷൻ ഇല്ലാതിരുന്ന കാലത്ത് മാനുവലിയാണ് ഈച്ച് ആൻഡ് എവരി ബിസിനസ് പ്രോസസ്സിങ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ മാനുവൽ ബിസിനസ് പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നമ്മൾക്ക് ഒരു കാര്യത്തിലും ഇമ്മീഡിയറ്റ്ലി ഡിസിഷൻ മേക്കിംഗ് എടുക്കാൻ പറ്റാതെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആണെങ്കിൽ അത്ര വലിയ പ്രശ്നങ്ങളില്ല. കാരണം ഒരു 4-5 പേരിൽ നിന്ന് നമ്മൾ വർക്ക് ചെയ്യുന്നു, നമ്മളൊരു 50 ലക്ഷത്തിൻ്റെ 1 കോടിയുടെ ഒരു മിനിമം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടൊരു ബിസിനസ് ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു ബിസിനസ്സിൽ 4-5 പേര് കൂടി ചെയ്യുമ്പോൾ ഒരു 3-4 ഡിപ്പാർട്ട്മെൻറ്റോ കാണുള്ളൂ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും കാര്യങ്ങളൊക്കെ നമ്മൾ ലെഡ്ജറിലോ ബുക്കിലോ ഒക്കെ എഴുതി വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഡേറ്റ ഷെയറിങ് വളരെ ഈസി ആയിരുന്നു. അതേസമയം ആഫ്റ്റർ സെർട്ടൺ ലെവൽ നമ്മുടെ ബിസിനസ് വളർന്നു, ഒരു കോടിയോ അല്ലെങ്കിൽ 50 ലക്ഷമോ അങ്ങ് മാറിയിട്ട് നമ്മളൊരു 30 കോടി 50 കോടിയുടെ വളർച്ചയിലേക്ക് എത്തുന്നു. ഒരു 50 to 100 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നു, ഒരു 10 to 15 ഡിപ്പാർട്ട്മെൻറ്റുകൾ നമ്മുടെ കമ്പനിയിലുണ്ട്. ഇത്തരത്തിലൊരു കോംപ്ലക്സ് സിറ്റുവേഷൻ വരുമ്പോൾ ലെഡ്ജറുകളിൽ എഴുതി വെക്കുന്ന ആ പർട്ടിക്കുലർ ഡേറ്റ നമുക്ക് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തിക്കാൻ വിഷമമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡേറ്റ ഷെയറിങ്ങിലൂടെ ഇമ്മീഡിയറ്റ് ഡിസിഷൻ മേക്കിങ്ങും വിഷമമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരവസ്ഥ, അല്ലെങ്കിൽ ഇങ്ങനെ ചെതറിക്കിടക്കുന്ന സ്കാറ്റേഡ് ആയിട്ടുള്ള വിഷമകരമായ ഒരവസ്ഥ ഉള്ളത് നമ്മളൊരു ടെക്നിക്കൽ വേർഡിൽ വിളിക്കും ഡിസെൻട്രലൈസ്ഡ് പ്രോസസ്സിങ് അല്ലെങ്കിൽ ഡിസെൻട്രലൈസേഷൻ. അപ്പോൾ ഡിസെൻട്രലൈസ്ഡ് ആയിട്ട് സ്കാറ്റേഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് അല്ലാതെ കിടക്കുന്ന ഈ ഒരു പ്രോസസ്സിങ് ഒരു കമ്പനിക്കും സക്സസ് ഉണ്ടാക്കി കൊടുക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വേൾഡിൽ നിലവിൽ വന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഈ എൻ്റർപ്രൈസിനെ എങ്ങനെ മുമ്പോട്ട് ഈസി ആയിട്ട് അവരുടെ മോർണിംഗ് ടു ഈവനിങ് ഡെയിലി പ്രോസസ്സിങ്ങിനെ ഹെൽപ്പ് ചെയ്യാമെന്ന് കുറേ ആളുകൾ ചിന്തിച്ചു തുടങ്ങി. പല രീതിയിലുള്ള സോഫ്റ്റ്വെയറുകൾ ലോകത്തിൽ നിലവിൽ വരികയും ചെയ്തു. അപ്പോൾ കമ്പ്യൂട്ടറൈസേഷൻ നല്ല രീതിയിൽ വരികയും ലോകത്തിലേക്ക് ഈ കാര്യങ്ങൾ ആവശ്യമായി വരികയും ചെയ്തൊരു കാലഘട്ടത്തിൽ ഈ ഡിസെൻട്രലൈസ് ആയിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് അല്ലാത്ത ഈ ഒരു പ്രോസസ്സിങ്ങിനെ എങ്ങനെ കമ്പ്യൂട്ടറിലൂടെ സെൻട്രലൈസ്ഡ് പ്രോസസ്സിംഗ് ആക്കി കൊണ്ടുവരാമെന്ന് ചിന്തിച്ച 5 ജർമ്മൻകാരാണ് SAP എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉദയത്തിന് കാരണം. അപ്പോൾ നമുക്ക് SAPയെക്കുറിച്ച് പറയുമ്പോൾ ERP ഒന്ന് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്ങിനെ ഒന്ന് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാം. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ മോർണിംഗ് ടു ഈവനിങ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും അല്ലെങ്കിൽ എല്ലാ പ്രത്യേക ഡിവിഷൻസിൻ്റെയും ഇൻ്റഗ്രേറ്റ് ചെയ്ത് സെൻട്രലൈസ്ഡ് ആയിട്ട് പ്രോസസ്സ് ചെയ്യുന്ന ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തെയാണ് നമ്മൾ ഇന്ന് ERP കൊണ്ട് ഉദ്ദേശിക്കുക. ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളെയും കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം. അപ്പോൾ അത്തരത്തിലുള്ളൊരു സിസ്റ്റത്തെയാണ് നമ്മൾ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ സെൻട്രലൈസേഷൻ എന്നാണ് നമ്മൾ ERPയെക്കുറിച്ച് സിംപിളി ഡിഫൈൻ ചെയ്യുക. ERP ഈക്വൽ ടു സെൻട്രലൈസേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ERP ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു സ്ഥാപനത്തിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സിങ്ങിനെ ഒരു സിമ്പിൾ ആൻഡ് സിംഗിൾ സിസ്റ്റത്തിൽ സെൻട്രലി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു കംപ്ലീറ്റ് പ്രോസസ്സിങ് എല്ലാ കമ്പനികൾക്കും ആവശ്യമാണെങ്കിൽ മാത്രമേ അവരുടെ ഡേ ടു ഡേ ബിസിനസ്സിനെ അവർക്ക് ശരിയായ രീതിയിൽ ഡിഫൈൻ ചെയ്യാനും മുമ്പോട്ട് സക്സസ്ഫുള്ളി കൊണ്ടുപോകാനും പറ്റുള്ളൂ. ഇങ്ങനെ 1972 ജർമ്മനിയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ടെക്നോളജിയാണ് SAP എന്ന് പറയുന്നത്. ഇന്ന് ഏകദേശം 50 വർഷം കൊണ്ട് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഏറ്റവും കോമ്പറ്റീറ്റീവായിട്ടുള്ള ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ കമ്പനിയായിട്ട് അവർ വളർന്നു. ഏകദേശം 24.7 ബില്യൺ യൂറോ ഓർഗനൈസേഷനാണ് ഇന്ന് SAP. നമുക്കറിയാം 1 ബില്യൺ ഈക്വൽ ടു 100 crores. അപ്പോൾ 24.7 ബില്യൺ യൂറോ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു ബോർഡിൽ എഴുതാൻ പറ്റാത്തത്ര വലിയ സീറോ ഇടേണ്ടി വരും. അപ്പോൾ അത്രമാത്രം വലിയ ഒരു ഓർഗനൈസേഷൻ. ഏകദേശം 1,10,000-ഓളം എംപ്ലോയീസ്, ഏതാണ്ട് 149 പ്രത്യേക നാഷണാലിറ്റീസിൽ നിന്നും വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണിന്ന് SAP എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. ഏതാണ്ട് 28 കൈൻഡ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് 11 ടൈപ്പ് ഓഫ് ബിസിനസ് ലൈൻസ് ഇന്ന് SAP ഉപയോഗിച്ചിട്ടാണ് അവരുടെ ഡേ ടു ഡേ ERP സോഫ്റ്റ്വെയർ ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ
ഇന്ന് നമ്മൾ ഗ്ലോബൽ കമ്പനീസ് എടുത്തു കഴിഞ്ഞാൽ മോർ ദാൻ 2000 അല്ലെങ്കിൽ നമുക്കറിയാം ഫോർച്യൂൺ കമ്പനീസ് 2000 ഫോർച്യൂൺ കമ്പനീസിനെ എടുത്തു കഴിഞ്ഞാൽ 99.9% ഫോർച്യൂൺ കമ്പനീസ് ആർ വർക്കിംഗ് വിത്ത് SAP സോഫ്റ്റ്വെയർ. അതുപോലെ തന്നെ ലോകത്തിലെ 10 ഏറ്റവും വലിയ ഇൻഡസ്ട്രീസ്, ഏറ്റവും ലാർജസ്റ്റ് കമ്പനീസ് എടുത്തു കഴിഞ്ഞാൽ all 10 കമ്പനീസ് ആർ വർക്കിംഗ് വിത്ത് SAP സോഫ്റ്റ്വെയർ. അതുപോലെ തന്നെ നമ്മളിന്ന് ഇന്ത്യയിലേക്ക് വരിക എന്നിരിക്കട്ടെ, ലോകത്തിലെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 40 ഇയേഴ്സായിട്ട് ഇന്ത്യ ഭരിക്കുന്ന ERP സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് SAP ആണ്. ഏകദേശം ഒരു 17,000 കമ്പനികൾ, അറൗണ്ട് 17,000 പ്രോംപ്റ്റ് കമ്പനീസ് ആൻഡ് ബിഗ്ഗസ്റ്റ് കമ്പനീസ് ഇൻ ഇന്ത്യ ഈസ് ഡൂയിങ് വിത്ത് SAP ഓൺലി. നമുക്ക് ഇന്ത്യ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് കൊച്ചു കേരളത്തിലേക്ക് വരാം. ഈ കേരളം എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയപ്പെടുന്ന ഒരു 10 കമ്പനികൾ പറയാൻ ഒരു വിഷമവും ഇല്ല. നിങ്ങളെല്ലാവരും എപ്പോഴും ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഏതെങ്കിലും രീതിയിൽ കണ്ടെത്തുന്ന ഒരു കമ്പനിയാണ് മലയാള മനോരമ. ഈ മലയാള മനോരമ അനേക വർഷങ്ങളായിട്ട് ഇന്ന് SAP ഇൻഡസ്ട്രിയിൽ അവരുടെ SAP ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് അവരുടെ കംപ്ലീറ്റ് പ്രോസസ്സിങ് ചെയ്യുന്നത്. വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം, അഡാനിയുടെ ഏറ്റവും വലിയ പ്രോജക്റ്റുകളിലൊന്നാണ്. ഇന്ന് ശ്രീലങ്കയിലൂടെ കറങ്ങി തിരിഞ്ഞു പോകുന്ന എല്ലാ വലിയ കൂറ്റൻ ഷിപ്പുകളും നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ ഒരു കോർണറിൽ വന്ന് നാളെ നങ്കൂരമിടാൻ പോവുകയാണ്. ആ വിഴിഞ്ഞം തുറമുഖം ഇന്ന് റണ്ണ് ചെയ്യാൻ പോകുന്ന SAP സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. കൊച്ചി മെട്രോ നമ്മുടെ എല്ലാവരും ഡ്രീം പ്രോജക്റ്റായിരുന്നു. ഈ കൊച്ചി മെട്രോയിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്നിരിക്കുന്നവർക്കറിയാം, കൊച്ചി മെട്രോ പണിത അല്ലെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്ത L&T എന്ന് പറയുന്ന കമ്പനി അവർ SAP ഉപയോഗിച്ചാണ് റൺ ചെയ്യുന്നത്. കൊച്ചി മെട്രോ റൺ ചെയ്യുന്നത്, നമ്മുടെ ഇവിടുത്തെ ഷിപ്പ് യാർഡ് വർക്ക് ചെയ്യുന്നത്, ഇവിടുത്തെ വേണ്ട FACT എന്ന് പറയുന്ന കമ്പനി നമ്മുടെ ഒരു പ്രസ്റ്റീജിയസ് കമ്പനിയാണ് എറണാകുളത്തെ. FACT റണ്ണ് ചെയ്യുന്നത് നമ്മളുടെ SAP സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് ഇത്തരത്തിലുള്ള എല്ലാ രീതിയിലുള്ള ഒരു കമ്പനികൾ എടുത്തു കഴിഞ്ഞാലും ഇവരെല്ലാവരും റൺ ചെയ്യുന്നത് SAP സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ബോഷ് എന്ന് പറയുന്ന കമ്പനി എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ട്. നമ്മുടെ BKC ഇൻഡസ്ട്രീസ് ചപ്പലുണ്ടാക്കുന്ന കമ്പനി, നമ്മളെല്ലാവരും മഴക്കാലത്തൊക്കെ യൂസ് ചെയ്യുന്ന ചപ്പലുകളാണ്, അവർ SAP ആണ് യൂസ് ചെയ്യുന്നത്. അത്തരത്തിൽ നമുക്ക് എടുത്തു പറയാനായിട്ട് അനേക കമ്പനികളിൽ നിന്ന് കേരളത്തിൽ തന്നെ SAP ഇംപ്ലിമെൻറ്റ് ചെയ്ത് റൺ ചെയ്യുന്ന കമ്പനികളാണ്. അപ്പോൾ ഞാനിതെല്ലാം പറഞ്ഞു വന്നത് SAP എന്ന് പറയുന്ന ടെക്നോളജിയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഇതൊരു പിടികിട്ടാപ്പുള്ളിയാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് ജോലി കിട്ടണമെങ്കിൽ സൗദി അറേബ്യയിലോ ദുബൈയിലോ പോകണം എന്നൊക്കെ വിചാരിക്കുന്ന ആ ഒരു സിസ്റ്റം നിങ്ങൾക്ക് വേണ്ട. ഇനി ദുബൈയും സൗദി അറേബ്യയൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ അഭിമാനമായിട്ടുള്ള യൂസഫ് അലി, അദ്ദേഹത്തിൻ്റെ ലുലു ഗ്രൂപ്പ്, എൻ്റെയർ ഗ്ലോബിൽ ലുലു ഗ്രൂപ്പ് ഫംഗ്ഷൻ ചെയ്യുന്ന SAP സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, ഞങ്ങളുടെ ഇവിടെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു 3-4 കുട്ടികളെ കഴിഞ്ഞ ദിവസം ലുലുവിലെ ഇവിടുത്തെ എറണാകുളം ഓഫീസിലേക്ക് തന്നെ നമ്മൾക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കാൻ ഭാഗ്യമുണ്ടായി. അപ്പോൾ അത്തരത്തിൽ ധാരാളം കമ്പനികൾ നമുക്ക് കേരളത്തിൽ SAP റൺ ചെയ്യുന്ന കമ്പനികളുണ്ട്. ഞാനിതൊക്കെ പറഞ്ഞത് ഇവിടെ ജോലി കിട്ടുമോ, SAP പഠിച്ച് കേരളത്തിലോ ഇന്ത്യയിലോ ഒക്കെ ജോലി കിട്ടുമോ എന്നുള്ള സംശയം നിങ്ങളുടെ മാറട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ്. കാരണം ഇന്ന് ഇന്ത്യയിൽ അനേക ജോലി സാധ്യത അല്ലെങ്കിൽ തൊഴിൽ സാധ്യത SAPക്കുണ്ട്. അതുകൊണ്ടാണ് SAPക്ക് ഇത്രയും പ്രാധാന്യം. ഓക്കെ, അപ്പം നമുക്ക് ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു എൻജിനീയറിങ് കഴിഞ്ഞിട്ട് SAPയിൽ എന്ത് പഠിച്ചാലാണ് തൊഴിൽ സാധ്യത കിട്ടുക? ഞാൻ വളരെ സമ്മറൈസ്ഡായിട്ട് മാത്രം ഈ വെബിനാറിലൊന്ന് പറഞ്ഞു വെക്കാം. അതായത് നമുക്ക് കൊമേഴ്സിൽ തുടങ്ങാം. ഒരു കൊമേഴ്സ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ഒരു കുട്ടിക്ക് ഇന്ന് കൊമേഴ്സ് കഴിഞ്ഞിട്ട് പഠിക്കുന്ന ഒരു സെഗ്മെൻ്റ് ഉണ്ട് SAPയുടെ, ഫിനാൻസ് എന്ന് പറയുന്ന മൊഡ്യൂള്. ഈ ഒരു മൊഡ്യൂളിനെ കിങ് ഓഫ് SAP മൊഡ്യൂൾ എന്നാണ് പറയുക. അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് ഇന്ത്യയിൽ കുട്ടികൾ ഇന്ന് സ്പെഷ്യലൈസ് ചെയ്യുന്നൊരു സെഗ്മെൻറ്റാണ് കൊമേഴ്സ്. അത്തരത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന കുട്ടികൾ ഏറ്റവും കൂടുതൽ SAPയിൽ സർട്ടിഫൈഡ് ആകുന്ന കുട്ടികളും കൊമേഴ്സിൽ നിന്നാണ്. അവർക്കെല്ലാവർക്കും നല്ല ഉഗ്രൻ ജോലി കിട്ടുന്നുണ്ട് ഇന്ന് SAPയിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SAPയിൽ അത്രമാത്രം സാധ്യതകളുള്ളൊരു മൊഡ്യൂളുകളിൽ ഒന്നാണ് കൊമേഴ്സിൽ SAPയുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ മൊഡ്യൂൾ. നേരത്തെ SAP റൺ ചെയ്തിരുന്നത് ECC എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഉപയോഗിച്ചായിരുന്നു. ഇപ്പോൾ അത് S/4HANAയിലേക്ക് വന്നു. അപ്പോൾ ഇന്ന് കൊമേഴ്സ് എടുക്കുന്ന കുട്ടികൾക്ക് SAP ലേണിംഗ് ഹബ് S/4HANA അല്ലെങ്കിൽ SAP S/4HANA ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നൊരു മൊഡ്യൂളാണ് പഠിക്കേണ്ടത്. അത് പഠിച്ച് അതിൽ ഗ്ലോബലി സർട്ടിഫൈഡ് ആയി കഴിഞ്ഞാൽ വേൾഡിൽ എവിടെ വേണമെങ്കിലും ഒരു നല്ല SAP ഫിനാൻസ് കൺസൾട്ടൻ്റായിട്ട് അവർക്ക് എൻട്രി കിട്ടും. അതുപോലെ തന്നെ ഇന്ന് കൊമേഴ്സ് അങ്ങ് മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഒരു ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ എൻജിനീയറിംഗ് അല്ലെങ്കിൽ MBAയിൽ ഓപ്പറേഷൻസ് എടുത്ത് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് ഇന്ന് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു മൊഡ്യൂളാണ് സോഴ്സിംഗ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്ന മൊഡ്യൂൾ. അല്ലെങ്കിൽ ഇത് നേരത്തെ അറിയപ്പെട്ടിരുന്ന മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്നാണ്. ഇപ്പോൾ മെറ്റീരിയൽ മാനേജ്മെൻറ്റ് നമ്മൾ സോഴ്സിംഗ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് എന്നാണ് ഇപ്പോൾ പറയുക. ആ മൊഡ്യൂൾ പഠിക്കാൻ പറ്റും.
ഇനി അതുകൂടാതെ നമുക്ക് MBA ആണ് ചെയ്തിരിക്കുന്നതെങ്കിൽ MBAയിൽ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് പഠിച്ചിരിക്കുന്നവർക്ക് സെയിൽസ് എന്ന് പറയുന്ന മൊഡ്യൂൾ പഠിക്കാം. അതല്ലെങ്കിൽ HR എടുത്തിരിക്കുന്നവർക്ക് സക്സസ് ഫാക്ടർ എന്ന് പറയുന്ന മൊഡ്യൂൾ പഠിക്കാം. അല്ലെങ്കിൽ ഇന്ന് എഞ്ചിനീയറിങ്ങിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ സിവിൽ പോലെയൊക്കെയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ പ്രൊഡക്ഷൻ പ്ലാനിങ് അല്ലെങ്കിൽ വെയർഹൗസ് മാനേജ്മെൻറ്റ് ഇത്തരത്തിലൊക്കെയുള്ള മൊഡ്യൂളുകൾ എടുക്കാവുന്നതാണ്. ഞാൻ ഈ മൊഡ്യൂൾ ഏരിയ ഇന്നത്തെ ഈ വെബിനാറിൽ ഒരു മണിക്കൂർ എടുത്താൽ തന്നെ നമുക്ക് തീരില്ലാത്ത അത്രയും കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഏതാണ്ട് 300ഓളം മൊഡ്യൂളുകൾ SAPയിൽ നമുക്ക് നമ്മളുടെ പഠിച്ചിരിക്കുന്ന അക്കാഡമിക് നോളജ് അനുസരിച്ച് സെലക്ട് ചെയ്യാനും പഠിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഏത് രീതിയിലുള്ള ക്വാളിഫിക്കേഷനാണോ എൻ്റെ കഴിവെന്താണ്, ടേസ്റ്റ് എന്താണ്, അതിനനുസരിച്ചുള്ള ഒരു മൊഡ്യൂൾ ഇന്ന് SAPയിലുണ്ട്. കഴിഞ്ഞ ദിവസം എന്നോടൊരു കുട്ടി ചോദിക്കുകയുണ്ടായി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ SAP റീപ്ലേസ് ആകില്ലേ സാറേ എന്ന്. എനിക്ക് വളരെ രസകരമായി തോന്നിയത്. കാരണം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അത്രമാത്രം ഒരു കടന്നാക്രമണം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നാളത്തെ ഈ ലോകം നയിക്കാൻ പോകുന്ന AI ആണ് എന്നാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ യൂത്ത് ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ഏരിയയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ അയാളോട് ഞാൻ ഒരേ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, നിങ്ങൾക്കൊരു പക്ഷേ SAPയെക്കുറിച്ചുള്ള തിരിച്ചറിവ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. കാരണം SAPയിൽ നിന്ന് ലിയാനാർഡോ എന്ന് പറയുന്നൊരു ടെക്നോളജി ഉണ്ട്. ലിയാനാർഡോ ഈസ് എ വെരി ഗുഡ് മൊഡ്യൂൾ. അപ്പോൾ ലിയാനാർഡോ ഒരു 5 വർഷം മുമ്പ് തന്നെ വന്നു കഴിഞ്ഞു. അതിനുള്ളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, അതുപോലെ തന്നെ ഓട്ടോമേഷൻ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും SAP ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ SAP എന്ന് പറയുന്നൊരു ടെക്നോളജിയിൽ ഇന്ന് ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും നൂതനമായിട്ടുള്ള എല്ലാ IT-യുടെയും ഇൻറ്റഗ്രേഷൻസും ഉണ്ട്. അപ്പോൾ ഇന്ന് ദുബൈയിൽ ഞാനൊരു 2 വർഷം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ വിറ്റ്നസ് ചെയ്തൊരു കാര്യമാണ്, ദുബായ് ഗവൺമെൻറ് ഡിജിറ്റലൈസേഷന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തത് SAP ജർമ്മനിയെയാണ്. അപ്പോൾ ഇന്ന് ഇന്ത്യയുടെ ഒരു ഡിജിറ്റലൈസേഷനും SAPയിലൂടെയാണ് നമുക്ക് മുമ്പോട്ട് സാധ്യമാകാൻ പോകുന്നത്. കാരണം അത്രമാത്രം വലിയ ഒരു ടെക്നോളജിയാണിത്. അപ്പോൾ അത്തരത്തിൽ നൂതനമായ ടെക്നോളജികളോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ ഒന്നും SAPക്ക് ഒരു റീപ്ലേസ്മെൻ്റ് അല്ല. ലോകത്തെ ഇന്നൊരു 80% കമ്പനികളെയും നാളെ ലീഡ് ചെയ്യാൻ പര്യാപ്തമായ ഒരേ ഒരു സോഫ്റ്റ്വെയറാണ് SAP ടെക്നോളജി. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു മൊഡ്യൂള് നിങ്ങളുടെ അനുയോജ്യമായൊരു മൊഡ്യൂൾ സെലക്ട് ചെയ്ത് ഏകദേശം ഒരു 200 മണിക്കൂർ വരുന്ന ഒരു ട്രെയിനിങ്, വളരെ കോംപ്രഹെൻസീവായിട്ടുള്ളൊരു ട്രെയിനിങ് എടുത്തതിന് ശേഷം മാത്രം എക്സാമൊക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ പാസ്സാകുമെന്നൊക്കെയുള്ള ഉറപ്പ് വരുത്തി നിങ്ങൾക്ക് ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് ഗ്ലോബലി സർട്ടിഫൈഡ് ആകാവുന്നതാണ്. അങ്ങനെ ഗ്ലോബലി സർട്ടിഫൈഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് മൾട്ടിനാഷണൽ കമ്പനികളിലേക്കാണ് ജോലി. എന്നോട് പലരും ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദ മിനിമം സാലറി ഇഫ് ഐ എം ഗെറ്റിംഗ് എ ജോബ് ഇൻ SAP? എനിക്ക് മിനിമം സാലറി പറയുന്നത് പൊതുവേ ഇഷ്ടമില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെന്തിനാണ് മിനിമൈസ് ചെയ്യുന്നത്? കാരണം നാളെ നിങ്ങൾക്ക് ഒരു മാക്സിമം കിട്ടാനുള്ള സാധ്യതയുള്ളപ്പോൾ മിനിമത്തെ നിർത്തണ്ട. എന്നാൽ പോലും പറയാം, ഏകദേശം ഒരു 3.5 ലക്ഷം മുതൽ ഒരു 15 ലക്ഷം രൂപ വരെ ഒരു ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ചെയ്ത ഫ്രഷ് കാൻഡിഡേറ്റ്സിന് SAP സർട്ടിഫൈഡ് ആയി കഴിഞ്ഞാൽ കിട്ടും. മറ്റ് പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാറേ ഇത്രയും സാലറിയൊക്കെ ഞങ്ങൾ ഏതെങ്കിലും നല്ലൊരു കോളേജിൽ പോയി ഒരു PG ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ കിട്ടൂല മാർക്കറ്റിൽ. അവരോട് എനിക്ക് പറയാനുള്ളത്, ഇറ്റ് ഈസ് നോട്ട് എ വൺ ടൈം പ്രൊഫഷൻ ഓർ വൺ ടൈം ജോബ്. നിങ്ങൾ ഇന്നൊരു നോർമൽ ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ കഴിഞ്ഞ് കിട്ടുന്ന നോർമൽ ജോലിക്ക് കരിയർ ഗ്രോത്തിൻ്റെ സാധ്യത 10% SAPയിൽ അത് 1000% ആണ്. 5 വർഷം കൊണ്ട് ഞാനൊരു നോർമൽ ഗ്രാജുവേറ്റ് ആയിട്ട് 50,000 രൂപയുടെ ഒരു കരിയർ ഗ്രോത്തിലാണ് പോകുന്നതെങ്കിൽ 5 വർഷത്തെ SAP എക്സ്പീരിയൻസ് നിങ്ങളെ 3 to 10 lakh rupees മന്ത്ലി സാലറിയിലേക്ക് എത്തിക്കും. ഈസ് ദെയർ എനി ഡിഫറൻസ്? ഇനി എന്നോട് മിനിമം സാലറി ചോദിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പോൾ ആ ഒരു ഡിഫറൻസാണ് നമുക്ക് കരിയറിൽ SAPയിൽ കിട്ടുക. നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നല്ല തീക്ഷ്ണമായ ഒരു ആഗ്രഹം നല്ലൊരു കരിയറിലേക്കുണ്ടെങ്കിൽ മാത്രം ചൂസ് ചെയ്യേണ്ട ഒരു പ്രൊഫഷനാണ് SAP. അതല്ല എങ്കിൽ ഇതിലേക്ക് മെനക്കെടരുത്. ഇനി അടുത്ത ചോദ്യം എല്ലാവരുടെയും വരാറുള്ളത്, ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട് എങ്കിൽ എന്താണ് ഇതിൻ്റെ ഫീസ്? ഇത് പഠിക്കാൻ എത്ര ബുദ്ധിമുട്ടുണ്ട്? ബുദ്ധിമുട്ട് എന്ന് പറയുന്ന വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമ്മളൊരു ടെക്നിക്കലായിട്ടുള്ള ഒരു പ്രൊഫഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ SAPയിൽ ABAP എന്ന് പറയുന്നൊരു മൊഡ്യൂളാണുള്ളത്, അഡ്വാൻസ് ബിസിനസ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ്. നോർമലി BTech കമ്പ്യൂട്ടർ സയൻസ് എടുത്തിരിക്കുന്നവർക്ക്, അല്ലെ MCA, BCA, BSc കമ്പ്യൂട്ടർ, MSc കമ്പ്യൂട്ടറൊക്കെ ഉള്ളവരാണ് ABAP സെലക്ട് ചെയ്യുന്നത്. ABAPന് മാത്രമാണ് കമ്പ്യൂട്ടർ പ്രിലിമിനറി നോളജിൻ്റെ ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. IT സെഗ്മെൻറ്റിൽ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കാണ് ABAP പഠിക്കാൻ പറ്റുക. അതൊഴിച്ച് ബാക്കി ഈ നോർമൽ ഫങ്ഷണൽ ആയിട്ടുള്ള മൊഡ്യൂളുകൾ പഠിക്കുന്ന ഒരുത്തർക്കും കമ്പ്യൂട്ടറിൻ്റെ യാതൊരു പ്രീ റിക്വസിറ്റ്സും ആവശ്യമില്ല. അവർക്ക് വളരെ കൂളായിട്ട്
ഈ അഡ്വാൻസ് എക്സലൊക്കെ പഠിക്കുന്ന അതേ രീതിയിൽ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ പ്രൊഫഷനിലേക്ക് പോയി കഴിഞ്ഞാലും വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, വളരെ കൂളായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാനും പറ്റും. അത്തരത്തിലൊക്കെയുള്ളൊരു ഏരിയ ആണ് SAP. അല്ലാതെ ഉദ്ദേശിക്കുന്നതിലുള്ള യാതൊരു ഡിഫിക്കൽട്ടും ഉള്ള ഒരു കാര്യങ്ങൾ അല്ല. പിന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യം, നല്ലൊരു ജോലിയിലേക്ക് SAP പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ സോഫ്റ്റ് സ്കില്ലും നിങ്ങളുടെ പേഴ്സണാലിറ്റിയും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കംപ്ലീറ്റ് പാക്കേജ്, ഒരു ഗ്രൂമിംഗ് ആണ് ഇവിടെ EME 4 മാസം കൊണ്ട് എറണാകുളത്തെ ഈ ഓഫീസിലൂടെ പഠിപ്പിച്ച് നിങ്ങളെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് വിടുന്നത്. EMEയിൽ ഞങ്ങൾ ചെയ്തിരിക്കുന്ന വേറൊരു കാര്യം, ഇന്ന് ഇവിടെ ജോയിൻ ചെയ്യുന്ന ഓരോ കുട്ടിയും 4 മാസത്തെ ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയേ വേണ്ട. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ജോലിയിലേക്ക് പോകാൻ ആഗ്രഹിച്ച് മാത്രം ഇറങ്ങിത്തിരിക്കുക. കാരണം ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ജോലി കിട്ടുന്നവരെ ഇൻറ്റേൺഷിപ്പ് കൊടുക്കാനായിട്ടുള്ളൊരു സംവിധാനം കൂടെ 4 മാസത്തെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിന്ന് ബാംഗ്ലൂരോ പൂനെയിലോ കൽക്കട്ടയിലോ ബോംബെയിലോ ഒക്കെ പോയിട്ട് SAPയുടെ ഒരു റീറ്റെയിൽ പാർട്ട്ണർ എടുക്കലൊരു സർട്ടിഫിക്കേഷൻ ചെയ്യാൻ പോകുമ്പോൾ 3.9 lakh to 4.5 lakh rupees വരെയും ഫീസ് വാങ്ങുമ്പോൾ EME ഇന്ന് 1.5 lakh rupees പ്ലസ് GSTക്ക് മാത്രമാണ് SAP കൊടുത്തു വരുന്നത്. നോർമലി ഇതുപോലുള്ളൊരു വീഡിയോയിൽ കൊമേഴ്സ്യൽസ് പറയുന്നത് ശരിയല്ല, എന്നാൽ പോലും ഞാനിത് പറയാനുള്ള റീസൺ അത്രയും ഇക്കണോമിക്കലായിട്ട് SAP സർട്ടിഫിക്കേഷൻ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഇന്ന് EME പ്രതിജ്ഞാബദ്ധമായിട്ട് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ EME സെലക്ട് ചെയ്യുമ്പോൾ, ഈ കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ യു ആർ കമ്മിങ് in a right institution for the right kind of training and certification and a placement offer. So select yourself in a right method. And നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് മാത്രം വരിക. കാരണം ഞാൻ പറയാറുണ്ട്, കൊച്ചി കാണാനായിട്ട് ആരും EMEയിലേക്ക് SAP പഠിക്കാൻ വരരുതെന്ന്. തമാശയായിട്ട് പറയുന്നതല്ല, സത്യസന്ധമായിട്ട് പറയുന്നതാണ്. ഞാൻ പറയാറുണ്ട്, സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു ഉദാഹരണം, യു ഗീവ് മീ ബ്ലഡ് ഐ വിൽ ഗിവ് യു ഫ്രീഡം എന്നൊരിക്കൽ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു. ഞാൻ കുട്ടികളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, യു ഗീവ് മീ എ ഫോക്കസ് ടൈം ആൻഡ് കംപ്ലീറ്റ് ആറ്റിറ്റ്യൂഡ്. ഫോക്കസ്ഡ് ആയിട്ട് ഇങ്ങോട്ട് പോരുക, നിങ്ങളെ മുഴുവനായിട്ട് ഞങ്ങൾക്ക് വിട്ടുതരിക. ഒരു 4 മാസത്തേന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കരിയർ ഞാൻ നിങ്ങൾക്ക് തരും. അപ്പോൾ ആ ഒരു പ്രോമിസാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു വെബിനാർ ഒരു സമ്മറൈസ്ഡ് ആയിട്ടുള്ള വെബിനാറാണ്. ഇതിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കാൻ നമുക്ക് സമയക്കുറവുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസും ക്വയറീസും എല്ലാം ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ആൻസർ തന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസറിലൂടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു സെലക്ഷൻ ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പം നമുക്ക് നേരിട്ട് കാണാം, കഴിയുന്നതും വേഗം. നൈസ്, വെരി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ് ടു യു. താങ്ക് യു.